Hello everyone, I am Tasni. Welcome to Tasni's Way. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൾച്ചറൽ അൺട്രാൻസ്ലേറ്റബിലിറ്റി. കൾച്ചറൽ അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ 4 മൊഡ്യൂളിൻ്റെയും വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മുഴുവനും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് വന്നാൽ മതി. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഇത് മാത്രം കണ്ടതിനൊന്നും മനസ്സിലാവില്ല. 4 മൊഡ്യൂളിലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതും കൂടെ കണ്ടു പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാം. കാരണം പാറ്റേണോ ക്വസ്റ്റ്യൻസോ ഒന്നും മാറുന്നില്ല. ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 വീഡിയോസ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാണുക. Untranslatability is the property of text or speech for which no equivalent can be found when translated into another language. So untranslatability എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലേ? ട്രാൻസ്ലേഷൻ പ്ലസ് എബിലിറ്റി എന്നുള്ള വാക്കാണ് ട്രാൻസ്ലേറ്റബിലിറ്റി. സോ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, അതാണ് അൺട്രാൻസ്ലേറ്റബിലിറ്റി. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ടെക്സ്റ്റ് ഓർ സ്പീച്ച് ഫോർ വിച്ച് നോ ഇക്വിവാലൻറ്റ് ക്യാൻ ബി ഫൗണ്ട് വെൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു അനദർ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, തർജ്ജമ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഇക്വിവാലൻറ്റും, അതായത് ഈ വാക്കിന് സമമായിട്ടുള്ളൊരു വാക്കും മറ്റൊരു ലാംഗ്വേജിൽ ഇല്ലാത്തൊരവസ്ഥ, അതിനെയാണ് അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വാക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഒരു മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ആ സെയിം ആയിട്ടുള്ള മീനിങ് വരുന്ന മലയാളം ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളത്തിൽ ആ ഒരു വേർഡ് ഉണ്ടാവില്ല. അതിനെയാണ് എന്ത് അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറയുക. അതായത് അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലായിക്കോട്ടെ, ഏത് ലാംഗ്വേജിൽ നിന്ന് മാറ്റുകയാണെങ്കിലും ആ ലാംഗ്വേജിൽ നിന്ന്, ഈ പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ആ പറയുന്ന ആ വാക്കിന് സമാനമായിട്ടുള്ളൊരു വാക്ക് എന്ത് വേണം? മലയാളത്തിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇത് അൺട്രാൻസ്ലേറ്റബിലിറ്റി. നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ആർ ഇൻ്റർപ്രറ്റേഴ്സ്? ഇൻ്റർപ്രറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ്. ഇതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലിയർ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആൻസേഴ്സൊക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആൻ ഇൻ്റർപ്രറ്റർ ഈസ് എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു ട്രാൻസ്ലേറ്റ് വാട്ട് സംവൺ ഈസ് സേയിങ് ഇൻ ടു അനദർ ലാംഗ്വേജ്. സോ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ their job is to translate what someone is saying into another language. ഒരാൾ പ്രസംഗിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരൊക്കെ വന്ന് സംസാരിക്കില്ല, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ സംസാരിക്കുമ്പോൾ അത് മറ്റ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാൻ തൊട്ട് തന്നെ ഒരാളുണ്ടാവും. ഇപ്പോൾ ഹിന്ദിയിൽ ഒരു നമ്മുടെ പ്രധാനമന്ത്രി ആരെങ്കിലും സംസാരിക്കുകയാണ്, അത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പം തന്നെ സംസാരിക്കുന്ന തൊട്ട് വേറൊരാൾ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആളെയാണ് എന്ത് പറയുക? ഇൻ്റർപ്രറ്റർ എന്ന് പറയാം. എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു ട്രാൻസ്ലേറ്റ് വാട്ട് സമ്മൺ ഈസ് സേയിങ് ഇൻ ടു അനദർ ലാംഗ്വേജ്. ഒരാൾ പറയുന്നതിനെ മറ്റൊരു ലാംഗ്വേജിലാക്കിയിട്ട് പറയുന്ന ആളെയാണ് എന്ത് പറയുക? ഇൻ്റർപ്രറ്റർ എന്ന് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ, പ്രോബ്ലംസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ഇഡിയംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇഡിയംസോ അല്ലെങ്കിൽ പോയട്രിയോ ഡ്രാമയോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലംസ് എന്താണെന്നും ചോദിക്കാം. അപ്പോൾ ഇഡിയംസിൻ്റെ പ്രോബ്ലംസ് എന്താ? ഇഡിയംസ് നമ്മൾ നോക്കിയതാണല്ലേ. Idiom translation poses a serious problem for the translator because each culture has its own way of expressing things. Idioms എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഓരോ ഭാഷയിലുള്ള ഭാഷാ പ്രയോഗങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ 4th മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അത് ഒരു ഭാഷയിൽ മാത്രം ഉണ്ടാവുന്ന ആ ഒരു ഭാഷയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. മറ്റു ഭാഷയിൽ അതേ കാര്യത്തിന് ഇക്വാലൻസ് ഉണ്ടാവുന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡിയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു കൾച്ചറിൻ്റെ പ്രശ്നമാണ്. ഇതേ രീതിയിലല്ല മലയാളത്തിലോ വേറെ ലാംഗ്വേജിലോ ഇംഗ്ലീഷിൽ പറയുന്ന പോലെയല്ല പറയാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇതിൽ വരുന്നത്. Some idioms might be difficult to translate because of the lack of this idiom in the target language. ടാർഗറ്റ് ലാംഗ്വേജിൽ ഈ ഇഡിയം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഇഡിയം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ദ ട്രാൻസ്ലേറ്റർ ഹാസ് ടു തിങ്ക് അബൌട്ട് ആൻ അപ്രോപ്രിയേറ്റ് ട്രാൻസ്ലേഷൻ സ്ട്രാറ്റജി ഫോർ ദ ഫ്രേസ്. അപ്പോൾ ട്രാൻസ്ലേറ്റർ ആലോചിക്കേണ്ടി വരും, എന്താണ് ഈ ഒരു ഫ്രേസിന് പറ്റിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്രേസ് ഏതാണ് അതിന് ഈ ഒരു ട്രാൻസ്ലേഷന് എന്നുള്ളത് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇതാണ് ഇഡിയംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാർഗറ്റ് ലാംഗ്വേജിൽ ഇതേ ഇഡിയംസിന് പറയുന്ന രീതിയിലുള്ള സമാനമായിട്ടുള്ള വേർഡ്സ് ഉണ്ടാവില്ല.
നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ രജിസ്റ്റേഴ്സ്? രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രോഡ്ലി ഡിഫൈൻഡ്, രജിസ്റ്റർ റെഫേഴ്സ് ടു ദ വേ പീപ്പിൾ യൂസ് ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പീപ്പിൾ യൂസ് ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്? ഓരോ രീതിയിലാണ്, ഓരോ സ്റ്റൈലിലാണ്. ആ സ്റ്റൈലിനെയാണ് എന്ത് ചെയ്യണത്? ഇവിടെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോടതിയിലുള്ള സംസാരം അല്ലെ, നിയമപരമായിട്ടുള്ള വാക്കുകളും ജാഗൺസും എല്ലാം യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്ന ടെക്നിക്കൽ ടേംസ് എല്ലാം ആ റിലേറ്റഡ് ആണ്. അതോ നമ്മളൊരു ക്ലാസ് റൂമിൽ സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് കാഷ്വൽ ടോക്സ്, അത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഒരു ന്യൂസ് റീഡർ വായിക്കുന്ന ന്യൂസ് അല്ലേ, അതിൻ്റെ ഭാഷ എന്താണ്? വ്യത്യസ്തമാണ്. നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിലല്ല ന്യൂസ് വായിക്കുന്നത്. അങ്ങനെ ഓരോ രീതിയിൽ, ഓരോ സ്ഥലത്തും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മുടെ ടേംസ് മാറും, നമ്മൾ ഉച്ചാരണം മാറും, നമ്മൾ പറയുന്ന വാക്കുകൾ കുറച്ചുകൂടി ശുദ്ധി വരുത്തി പറയുന്നുണ്ടാവും, കാഷ്വലായിട്ട് വളരെ ഇൻഫോർമലായിട്ട് പറയുന്നുണ്ടാവും. അതേ ഒരു ഓഫീസിൽ, ഒരു അക്കാഡമിക് പരമായിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ കയറി ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഫോമലായിട്ടുള്ള ലാംഗ്വേജ് ആക്കി യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലാംഗ്വേജിനെയാണ് രജിസ്റ്റർ എന്ന് പറയുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ട്രാൻസ്ലിറ്ററേഷൻ. ട്രാൻസ്ലിറ്ററേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മൾ ട്രാൻസ്ലിറ്ററേഷൻ എന്താണെന്ന് പഠിച്ചാണല്ലോ. ഇതിലൊരു കൊടുത്തിട്ടുണ്ടോ? ഇത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ട്രാൻസ്ലേഷനും ട്രാൻസ്ലിറ്ററേഷനും എന്താണെന്നുള്ളത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ലാംഗ്വേജ് എ ഇവിടെ അറബിക്കാണ് കൊടുത്തിട്ടുള്ളത്, ബിയിൽ ഇംഗ്ലീഷാണ്. അപ്പോൾ അള്ളാഹ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ബൈ മീനിങ് ആണ് എന്താ ട്രാൻസ്ലേഷൻ. ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മീനിങ് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ അള്ളാഹ് എന്നുള്ള അറബിക് വേർഡിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്? ഇംഗ്ലീഷിൽ ഗോഡ് എന്നാണ്. അത് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ലിറ്ററേഷൻ എന്താണ്? ബൈ സൗണ്ട് ഓർ ലെറ്റർ. സൗണ്ടിലോ ലെറ്ററിലോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുക? ട്രാൻസ്ലിറ്ററേഷൻ. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് അള്ളാഹ് എന്നുള്ളത്. അപ്പോൾ അറബിയിൽ അള്ളാഹ് എന്നുള്ളതിന് മീനിങ് ഗോഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേ അള്ളാഹ് എന്നുള്ളതിൻ്റെ ട്രാൻസ്ലിറ്ററേഷൻ ആയിട്ടുള്ള വേർഡ് എന്ത്? അള്ളാഹ് എന്നുള്ള ഇംഗ്ലീഷിൽ എഴുതുന്ന അള്ളാഹ്, അതെന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലിറ്ററേഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു ഭാഷയിലുള്ളൊരു ടെക്സ്റ്റ്, അത് എന്ത് വാക്കും ആയിക്കോട്ടെ, ആ വാക്കിനെ അതേ രീതിയിൽ തന്നെ മറ്റൊരു ലാംഗ്വേജിൽ എഴുതുക എന്നുള്ളതാണ് ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പേര്, ഇപ്പോൾ എൻ്റെ പേര് തസ്നി എന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ തസ്നി എന്ന് തന്നെയാണ് എഴുതുക അല്ലേ. അപ്പോൾ അതൊരു ട്രാൻസ്ലിറ്ററേഷനാണ്. ശരിക്കുള്ള പേര് ചിലപ്പോൾ അറബിക് വേർഡ് ആയിരിക്കാൻ വേണ്ടി. അപ്പോൾ അറബിക് വേർഡിന് എന്താ ചെയ്യണത്? ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം തസ്നി എന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ എന്താ അവിടെ മാറ്റം വരുന്നത്? സൗണ്ടോ ലെറ്ററോ മാത്രമേ അവിടെ മാറുന്നുള്ളൂ. പക്ഷേ എൻ്റെ പേരെന്താണ്? അവിടെ നിന്ന് മാറുന്നില്ല അല്ല, അതിൻ്റെ മീനിങ് മാറുന്നില്ല, പക്ഷേ ലെറ്ററും സൗണ്ടും മാറുന്നുണ്ട്. ഇതിനെയാണ് ട്രാൻസ്ലിറ്ററേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഈ അള്ളാഹ് എന്നുള്ള ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ആറാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് CAT. CAT എന്താണെന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യുക. കമ്പ്യൂട്ടർ എയ്ഡഡ് ട്രാൻസ്ലേഷൻ, അതിനെയാണ് CAT എന്ന് പറയുക. അതിൻ്റെ ഫുൾ ഫോം ആണെന്ത്? കമ്പ്യൂട്ടർ എയ്ഡഡ് ട്രാൻസ്ലേഷൻ, ഓൾസോ റെഫർ ടു ആസ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ട്രാൻസ്ലേഷൻ ഓർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഹ്യൂമൻ ട്രാൻസ്ലേഷൻ. CAHT is the use of software to assist a human translator in the translation process. So computer aided translation എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ട്രാൻസ്ലേഷൻ, ഇത് രണ്ടും ഇതിൻ്റെ മീനിങ് ഫുൾ ഫോം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടത്തുക, അതായത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ട്രാൻസ്ലേഷൻ നടത്തുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ട്രാൻസ്ലേഷൻ എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല, കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇത് എന്താണെന്നും കൂടെ നമുക്ക് എഴുതാം. സോഫ്റ്റ്വെയർ ആണ്, ഇതൊരു ഹ്യൂമൻ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണ്, ട്രാൻസ്ലേഷൻ പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നതെന്നും കൂടെ നമുക്ക് കുറച്ചുകൂടെ എഴുതി കഴിഞ്ഞാൽ ആ ഫുൾ മാർക്ക് കിട്ടും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻസ് ബി ഡൺ? So scientific translation എന്ന് വെച്ചാൽ എന്താ? Scientific translation is the act of translating documents such as research, academic articles, the results of clinical trials and more, any document on a scientific subject into another language. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ക്ലിനിക്കൽ പരമായിട്ടുള്ള ആർട്ടിക്കിൾസോ അക്കാഡമിക് ആർട്ടിക്കിൾസോ റിസർച്ചോ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ്, ഏത് തരത്തിലുള്ള ഡോക്യുമെൻറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. So the main characteristic of scientific translation is the use of highly specialized terminology what is specific to each field.
Scientific texts and documents often contain formulas, acronyms, and abbreviations of that the translator needs to be familiar with to be able to accurately translate the same data. So, സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുക? അപ്പോൾ സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻസ് ചെയ്യുമ്പോൾ എന്താണ് യൂസ് ഓഫ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ടെർമിനോളജി. ഓരോ ടേംസ് ഉണ്ടാവും അല്ലേ, സയൻറ്റിഫിക് ആയിട്ടുള്ള ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഉണ്ട്, അത് അതേപോലെ നല്ല രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് ഈച്ച് ഫീൽഡിനും ഓരോ അതിൻ്റേതായിട്ടുള്ള ജാഗൺസ് ഉണ്ടാവും, ഓരോ ടേംസ് ഉണ്ടാവും, അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ എപ്പോഴും അക്രോണിംസും അബ്രിവേഷൻസും ഒക്കെ ഫോർമുലാസും സയൻറ്റിഫിക് ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കണം. ആ ഡോക്യുമെൻറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ഇതുമായിട്ടും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളായിരിക്കണം ട്രാൻസ്ലേറ്റർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡാറ്റാസ് എല്ലാം കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താ, ഏത് ട്രാൻസ്ലേഷൻ ആണെങ്കിലും ആ ട്രാൻസ്ലേഷൻ രീതിയുമായി എല്ലാ ബന്ധവും എല്ലാ തരത്തിലുള്ള അറിവും ഉള്ള ഒരാളായിരിക്കണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, സയൻറ്റിഫിക് പരമായിട്ടുള്ള എല്ലാ ടെക്സ്റ്റും ഫോർമുലാസും അക്രോണിംസും അബ്രിവേഷൻസും എല്ലാ കാര്യങ്ങളും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ എങ്ങനത്തെ ട്രാൻസ്ലേഷൻ ചോദിച്ചാലും എന്താണ് അതുമായി രീതിയിലുള്ള ബന്ധമുള്ള ആളായിരിക്കണം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് അതിൻ്റെത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ. എന്താണ് ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ? അപ്പോൾ സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ പോലെ തന്നെ എന്താണ് ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ മീൻസ് ട്രാൻസ്ലേറ്റിംഗ് എ വേർഡ് ഫ്രം ദ സോഴ്സ് ലാംഗ്വേജ് ഇൻ ടു ദ ക്ലോസസ്റ്റ് സൗണ്ട് ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. അപ്പോൾ സ്പീച്ച് സൗണ്ട്സിനെയാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആ രീതിനെയാണ് ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേർഡ് സോഴ്സ് ലാംഗ്വേജിൽ നിന്നും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് അതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി, അതിനെയാണ് ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫോണോട്ടിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ് അല്ലേ, സൗണ്ട്സിനാണ് ഇവിടെ പ്രധാനം, അല്ലാതെ ലെറ്ററിനോ മറ്റു കാര്യങ്ങൾക്കോ അല്ല. അപ്പോൾ ഈ സൗണ്ട്സിനെ, ഒരു വേർഡിൻ്റെ സൗണ്ട്സിനെ തമ്മിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്റിംഗ് എ വേർഡ് ഫ്രം ദ സോഴ്സ് ലാംഗ്വേജ് ഇൻ ടു ദ ക്ലോസസ്റ്റ് സൗണ്ട് ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ്. സോഴ്സ് ലാംഗ്വേജിലുള്ളൊരു വേർഡിനെ ടാർഗറ്റ് ലാംഗ്വേജിലുള്ള ക്ലോസസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് തമ്മിൽ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി, അതാണ് ഫോണോളജിക്കൽ ട്രാൻസ്ലേഷൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്കിൽസ് ഓഫ് എ ട്രാൻസ്ലേറ്റർ? ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്? ട്രാൻസ്ലേറ്റർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ തർജ്ജമ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത്, ഒരു ട്രാൻസ്ലേറ്ററിന് വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഓൺ വേർഡ്സിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. It is the minimum expectation for a translator to be proficient in more than one language, but a good translator needs to be near native levels in the terms of their understanding of spelling, grammar, punctuation, and also their ability to recognize both literal and nuanced meanings in the source material. So, ഏറ്റവും മിനിമം ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ്, ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, ഒരു 2 ലാംഗ്വേജ് എന്തായാലും നിർബന്ധമായി അറിഞ്ഞിരിക്കണം. കാരണം ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് അല്ലേ, സോഴ്സ് ലാംഗ്വേജിൽ നിന്നും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക്. അപ്പോൾ ഈ 2 ലാംഗ്വേജിൻ്റെയും കാര്യങ്ങളിൽ ഏറ്റവും പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം ഒരു നല്ല ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത്, സ്പെല്ലിങ്, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ, അതുപോലെ തന്നെ ലിറ്ററൽ ആയിട്ടുള്ള ന്യൂവൻസ്ഡ് മീനിങ്സും ഈ സോഴ്സ് മെറ്റീരിയലിൻ്റെ എല്ലാ കാര്യങ്ങളും 2 ലാംഗ്വേജിലെയും ഏറ്റവും എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് അറിയുന്ന ഒരാളായിരിക്കണം ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയും. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് സ്വയം ആഡ് ചെയ്ത് എഴുതാൻ പറ്റണം. പിന്നെ എന്താ, കൾച്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ കൾച്ചർ കൂടെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാൻ പറ്റുന്നതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഓറൽ ട്രാൻസ്ലേഷൻസ്? ഓറൽ ട്രാൻസ്ലേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഓറൽ ട്രാൻസ്ലേഷൻ ഈസ് ദ ഓഡിയോ റിപ്രൊഡക്ഷൻ ഓഫ് ദ മീനിങ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ ലാംഗ്വേജ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ വൺ ദാറ്റ് വാസ് യൂസ്ഡ് ടു കമ്പൈൽ ഇൻ. സോ ഓറൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ഓറൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്പോക്കൺ അല്ലേ, സ്പീച്ച്. ആ സ്പീച്ചിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ സംസാരത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, ഓഡിയോനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ആക്കുന്ന രീതിനെയാണ് എന്ത് പറയുക, ഓറൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ട്രാൻസ്ലേഷൻ, അതായത് വിശ്വസ്തത, ട്രാൻസ്ലേഷനിലുള്ള വിശ്വസ്തതയെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫെയ്ത്ത്ഫുൾനെസ് മീൻസ് ടു ട്രാൻസ്ലേറ്റ് ദ അൺചേഞ്ചബിൾ, എസ്പെഷ്യലി ദ ഗ്രേറ്റ് ട്രൂത്ത് ത്രൂ കൺസൈസ് ലാംഗ്വേജ്. To leave the meaning of the original text unchanged after translation, something a lot of people cannot do. So
ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് വിശ്വസ്തത. ഒരു ട്രാൻസ്ലേറ്ററിന് ഏറ്റവും വേണ്ടത് ഇതാണ്. കാരണം എന്താ, എന്താണോ സത്യം അത് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് നടക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം അതിന് ചായ്വ് കാണിച്ചിട്ട് ബയസ്ഡ് ആയിട്ട് എന്ത് പറയുള്ളൂ, അങ്ങനെ പറയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരു ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടാവണം. എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അൺചേഞ്ചബിൾ ആയിട്ട്, എസ്പെഷ്യലി ദി ഗ്രേറ്റ് ട്രൂത്ത്. ട്രൂത്താണ് നമ്മൾ കറക്റ്റായിട്ട് എന്താണോ ഈ കൺസൈസ് ലാംഗ്വേജിൽ, ഒരു സോഴ്സ് ലാംഗ്വേജിലുള്ളത് അതേപടി ആയിരിക്കണം. അതിൽ മീനിങ് ഒരിക്കലും മാറാതെ അതേപടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ടു ലീവ് ദ മീനിങ് ഓഫ് ദ ഒറിജിനൽ ടെക്സ്റ്റ് അൺചേഞ്ച്ഡ് ആഫ്റ്റർ ട്രാൻസ്ലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന് ഒരു മീനിങ് പോലും വ്യത്യസ്തം ആവരുത്. അതേ മീനിങ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിശ്വസ്തത, അത്രയും വിശ്വാസമുള്ള ആളായിരിക്കണം അല്ലേ, അത്രയും ആൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കണം എന്ന് നമുക്ക് ഉറപ്പുണ്ടാണ്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ എപ്പോഴും എന്തായിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രാൻസ്ക്രിയേഷൻ? ട്രാൻസ്ക്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ക്രിയേഷൻ ഈസ് എ ഫ്യൂഷൻ ഓഫ് ദ വേർഡ്സ് ട്രാൻസ്ലേഷൻ ആൻഡ് ക്രിയേഷൻ. ട്രാൻസ്ലേഷൻ ആൻഡ് ക്രിയേഷൻ എന്ന രണ്ട് വാക്കിൻ്റെ ഫ്യൂഷനാണ് ഇത് ട്രാൻസ്ക്രിയേഷൻ എന്നുള്ളത്. സോ ട്രാൻസ്ലേഷനും അവിടെ നടക്കുന്നുണ്ട്, ഒരു ക്രിയേഷനും അവിടെ നടക്കുന്നുണ്ട്. അതാണ് ട്രാൻസ്ക്രിയേഷൻ. ഇറ്റ് ഡിസ്ക്രൈബ്സ് കോപ്പിറൈറ്റിംഗ് കണ്ടന്റ് ഇൻ എ സോഴ്സ് ടെക്സ്റ്റ് ദാറ്റ് നീഡ്സ് ടു ബി മെയ്ഡ് coherent, relevant, etc. in a new language. Sometimes transcription is also called creative translation, namely because the content isn't translated word for word. അപ്പോൾ ട്രാൻസ്ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ ഒരു ക്രിയേഷനാണ്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ് അവിടെ നടക്കുന്നത്. ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. അതായത് സാധാരണ ട്രാൻസ്ലേഷൻ എന്താണ്, ഒരു വേർഡിനെ അതേ രീതിയിൽ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി അല്ലേ. പക്ഷേ ഇവിടെ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല നടക്കുന്നത്, മറിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. അതായത് എന്താണോ ഈ ഒരു സോഴ്സ് ലാംഗ്വേജിലുള്ള കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിനെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥമാണ് എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വേർഡ് എന്താണോ വാക്കുകൾ, ആ ഓരോ വാക്കിനെയും അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യാതെ എന്താണോ അതിൻ്റെ മീനിങ്, ഒരു സെൻറ്റൻസ് വൈസായിട്ടോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വൈസായിട്ടോ അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ക്രിയേറ്റീവ് പരമായിട്ടുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനെയാണ് ട്രാൻസ്ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓൾസോ കോൾഡ് ആസ് ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ്. എന്താണ് സോഴ്സ് ലാംഗ്വേജ്, എന്താണ് ടാർഗറ്റ് ലാംഗ്വേജ്? സോഴ്സ് ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് ബീങ് ട്രാൻസ്ലേറ്റഡ് ഫ്രം. ദ ടാർഗറ്റ് ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് ബീങ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം, എന്തായാലും ഇത് ചോദിക്കും. സോഴ്സ് ലാംഗ്വേജ് എന്താണ്, ടാർഗറ്റ് ലാംഗ്വേജ് എന്താണ്? സോഴ്സ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റഡ് ഫ്രം, എന്താണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മലയാളമാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ലാംഗ്വേജ് മലയാളം. ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബീങ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു, ഏതിലാണ് ട്രാൻസ്ലേഷൻ നടത്തുന്നത്, ഏത് ഭാഷയിലേക്കാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളമാണ് സോഴ്സ് ലാംഗ്വേജ്, ഇംഗ്ലീഷാണ് ടാർഗറ്റ് ലാംഗ്വേജ്. ഇത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. 14ാമത്തെ ക്വസ്റ്റ്യൻ, എത്നിസിറ്റി ഓഫ് എ ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ എത്നിസിറ്റി എന്താണ്? എത്നിസിറ്റി റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ കൾച്ചറൽ പ്രാക്ടീസസ്, ബിലീഫ്സ്, കസ്റ്റംസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ട്രേറ്റ്സ്. ലാംഗ്വേജ് വേരിയേഷൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് എത്നിസിറ്റി ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ ആക്സൻസ്, ഡയലക്ട്സ്, വൊക്കാബുലറി ആൻഡ് ഗ്രാമറ്റിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ വിതിൻ ദ സെയിം ലാംഗ്വേജ്. സോ എത്നിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ കൾച്ചറൽ പ്രാക്ടീസസ്, ബിലീഫ്സ്, കസ്റ്റം ആൻഡ് ലിംഗ്വിസ്റ്റിക് ട്രേറ്റ്സ്. നമ്മളെല്ലാവരും ഒരു കൾച്ചറൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മുടേതായിട്ടുള്ള കസ്റ്റംസും ബിലീഫ്സും ലിംഗ്വിസ്റ്റിക് ട്രേറ്റ്സ് എല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഒരു കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഭാഷാ പ്രയോഗങ്ങളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതിപ്പോൾ കേരളത്തിലുള്ള പ്രയോഗങ്ങളായിരിക്കില്ല മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഉള്ളത്. അപ്പോൾ അവരുടേതായിട്ടുള്ള നമ്മുടെ കൾച്ചറൽ രീതികളിലുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ലാംഗ്വേജ് വേരിയേഷൻ ഉണ്ടല്ലേ. നമ്മുടെ ആക്സൻസും ഡയലക്ട്സും വൊക്കാബുലറിയും ഗ്രാമറ്റിക്കൽ ചേഞ്ചസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഉച്ചാരണ രീതിയല്ല മറ്റൊരു ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ വൊക്കാബുലറി അല്ല അവരുടെ വൊക്കാബുലറി, നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമർ ആയിരിക്കില്ല അവരുടെ. അപ്പോൾ നമ്മൾ എല്ലാ ലാംഗ്വേജിലും ആ ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. അതിനെയാണ് എത്നിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഉഗേൻ നിത കാറ്റഗറൈസ് ട്രാൻസ്ലേഷൻ ഇക്വിവാലൻസ്. ട്രാൻസ്ലേഷൻ ഇക്വിവാലൻസിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഉഗേൻ നിത?
The formal equivalence approach emphasizes fidelity to the lexical details and grammatical structure of the source language, whereas dynamic equivalence tends to employ a rendering that is more natural to the target language. So, രണ്ട് ടൈപ്പാണ് ഉദയനിത ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഫോമൽ ഇക്വിവാലൻസും ഡൈനാമിക് ഇക്വിവാലൻസും. ഫോമൽ ഇക്വിവാലൻസ് എന്ന് പറയുന്നത് ഒരു ലെക്സിക്കൽ ഡീറ്റെയിൽസും ഗ്രാമറ്റിക്കൽ സ്ട്രക്ചറും ഒക്കെ സോഴ്സ് ലാംഗ്വേജിനെ കുറിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ്. ഡൈനാമിക് ഇക്വിവാലൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ രീതിയിലുള്ള ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിനെയാണ് ഡൈനാമിക് ഇക്വിവാലൻസ് എന്ന് പറയുക. അപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഇനിയുള്ളത് 5 മാർക്സിൻ്റെയും 10 മാർക്സിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസും ആണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.